ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വയലറ്റ് തോരനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വയലറ്റ് ക്യാബേജാണ് കേട്ടോ. നിങ്ങളിത് വെച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എപ്പോഴും ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊന്ന് തോരൻ വെച്ച് നോക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത്. എന്തായാലും ഞാനത് തോരൻ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സവാളയും ഒരു പച്ചമുളക്, ഞാൻ വീണ്ടും ഒരു പച്ചമുളകിൻ്റെ കാര്യം പറയുന്നത് എരിവുള്ള പച്ചമുളകായതുകൊണ്ട് കേട്ടോ. ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് അത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച ക്യാബേജും സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഇത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ആവിയിൽ കുറച്ച് നേരം അടച്ച് വെക്കണം. അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് ഒന്ന് ചുരുങ്ങി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കിത് അടച്ച് വെക്കാനായിട്ട്. അടച്ച് വെച്ചിട്ട് അതൊന്ന് ചുരുങ്ങി കിട്ടും. പകുതി വാടി കഴിയുമ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ക്യാബേജ് പോലെയുള്ള സാധനങ്ങൾക്ക് ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അതിൻ്റെ വോളിയം കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ചുരുങ്ങി കുറച്ചാകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ, എങ്ങനെയുണ്ടായിരുന്നെന്നും. പിന്നെ ഇത് ഈ രീതിക്കല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ ക്യാബേജ് വെക്കാറുണ്ടോ എന്നൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ വേറെ മുളക് പൊടിയായിട്ടൊന്നും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം പച്ചമുളകിന് ഓൾറെഡി എരിവുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊന്നുകൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇത് ഏകദേശം അതൊരുവിധം വെന്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇപ്പം ക്യാബേജ് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി 1/4 അല്ല, ഒരു 95% വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഞാൻ മിക്സിയിലൊന്നും അടിക്കുന്നില്ല, നമ്മൾ ചുമ്മാ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഇങ്ങനെ അമർത്തി സൈഡ് ഒതുക്കി വെച്ച് കൊടുക്കും. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുക്കണേ, ഞാൻ പണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു ഇതെന്തിനാണ് ഇങ്ങനെ അമർത്തി ഇങ്ങനെ തട്ടി വെച്ച് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇത് പെട്ടെന്ന് വേഗം പെട്ടെന്ന് റെഡിയായി കിട്ടുമെന്ന്. അപ്പോൾ ഞാനും ഇതുപോലുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം പറയുന്നത് കറക്റ്റാണ്, അത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ അടപ്പ് വെച്ചൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ വയലറ്റ് ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. കാണാൻ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരിയായതുപോലെ കഴിക്കാനും അടിപൊളിയാട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോർമൽ ക്യാബേജിനെല്ലാം ടേസ്റ്റാണ്.